ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ചെമ്പല്ലിയെ ടാർഗറ്റ് ചെയ്താണ്. അപ്പോൾ നമ്മൾ ലൈവ് ചെമ്മീൻ കൊണ്ടുവന്നിട്ടാണ് ഇന്ന് മീൻ പിടിക്കുന്നത്. നമ്മൾ തലേന്ന് രാത്രി തന്നെ ഇതുപോലെ ചെമ്മീൻ കായലിൽ നിന്ന് കോരി എയറേഷൻ ഇട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കും. ലൈവ് ചെമ്മീൻ ഇങ്ങനെ ചാവാതെ കോർത്തിടുന്ന പല മെത്തേഡുകളുണ്ട്. അതിലൊരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അറിയാവുന്നവർ ചെയ്തില്ലെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ചെമ്മീൻ ചത്തുപോകും. ചെമ്മീൻ്റെ തലയുടെ കീഴിലായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അതുവഴി നമ്മൾ ചൂണ്ട കോർത്ത് മുകളിൽ അതിൻ്റെ ബ്രെയിൻ നമുക്ക് കറുത്ത ഒരു ഭാഗം കാണാൻ പറ്റും. അത് ആ ഭാഗത്ത് ടച്ച് ചെയ്യാതെ തന്നെ നമ്മൾ ചൂണ്ട കോർത്ത് മുകളിൽ എടുക്കണം. അപ്പോൾ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓൾറെഡി നമ്മുടെ കൂടെ വന്ന് ഹാഷിം ഒരു മീൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് ക്യാമറ ഒക്കെ ഓൺ ആക്കുന്നതിന് മുന്നേ പുള്ളിക്കാരൻ പിടിച്ചതാണ്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അത്യാവശ്യം വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. നമ്മൾ ഇട്ട ചൂണ്ട ഇടുന്നതിന് മുന്നേ തന്നെ എവിടെ കയറി ഉടക്കിയിട്ടുണ്ട്. അടിയിൽ ഒത്തിരി വലയും പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഉടക്കുന്നുണ്ട്. നമുക്ക് സൂപ്പർ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി സ്ട്രൈക്കാണ്. മിസ്സായി. ഊക്കപ്പായിട്ടില്ല. ഹെവി സ്ട്രൈക്ക് ആയിരുന്നു ഗൈസ്, ഹെവി സ്ട്രൈക്ക് ആയിരുന്നു. അടിപൊളി ഫൈറ്റ് ആയിരുന്നു. യെസ് ഹാഷിമിന് ഒരു കിട്ടില്ല സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. പൊളപ്പ സ്ട്രൈക്കാണ്. ചെമ്പല്ലി ഹാഷിമിന്റെ സന്തോഷം കണ്ട ആള് ചിരിച്ചോണ്ട് കയറി വരുന്നുണ്ട്. കട്ട ഹാപ്പിയാണ്. പോളി ചെമ്പല്ലിയാണ് കേട്ടോ ഗൈസ്. ആളിന്റെ ആദ്യത്തെ ചെമ്പല്ലിയാണ്. റോഡ് റീൽ യൂസ് ചെയ്തിട്ട് പുള്ളിക്കാരൻ ആദ്യമായിട്ട് പിടിക്കുന്ന ചെമ്പല്ലിയാണ്. അതിന്റെ സന്തോഷം കാണാനുണ്ട്. നല്ല കിട്ടില്ല ചെമ്പല്ലിയാണ് കേട്ടോ. നല്ല ചൊവ്വാന്നിരിക്കുന്നു. നമുക്ക് ഇളക്കിയെടുക്കാം. നോക്കൂ ഫ്രണ്ട്സ്, നല്ല സൂപ്പർ ചെമ്പല്ലി അല്ലേ. നല്ല ചൊവ്വാന്ന്, നല്ല അടിപൊളി ചെമ്പല്ലി കാണാൻ. ഒരു 3/4 കിലോ സൈസേ വരുള്ളൂ, എന്നാൽ അടിപൊളി ചെമ്പല്ലിയാണ്. ചെറിയൊരു ഹുക്കാണ് കയറിയിട്ടുള്ളത് കേട്ടോ. ചെറുതായിട്ടേ ഹുക്ക് കയറിയിട്ടുള്ളൂ. ജസ്റ്റ് മിസ്. ആശാന്റെ ഭാഗ്യത്തിന് കയറിയതാണ്. ഇത്രയും നേരം നമ്മൾ ചെമ്മീൻ്റെ തലയ്ക്ക് കോർത്തല്ലേ ഇട്ടുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് വാലിൽ കോർത്തിരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വാലിൽ കോർത്താണ് നമ്മൾ ഇടുന്നത്. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം വാലിൽ കോർത്തിട്ടിട്ട് എങ്ങനെ റിസൾട്ട് കിട്ടുന്നത്. ഹാഷിം റോഡ് റീൽ യൂസ് ചെയ്ത് തളർന്ന് അടുത്ത് വീണ്ടും കൈച്ചൂണ്ടയിലോട്ട് മാറിയിട്ടുണ്ട്. പുള്ളിക്കാരൻ കൈച്ചൂണ്ടയിൽ എക്സ്പെർട്ടായിരുന്നു. വെള്ളത്തിന് നല്ല അത്യാവശ്യം ഒഴുക്ക് ഇപ്പോഴും ഉണ്ട്. ഇറക്കം പിടിച്ചുള്ള സമയമാണ്. അപ്പോൾ നല്ല ഒഴുക്കാണ് വെള്ളത്തിന്. അടിച്ചടാ. അങ്ങനെ വെയിറ്റ് ചെയ്ത് എൻ്റെ ചൂണ്ടയിൽ ഏതോ ഹതഭാഗ്യം വന്ന് കുടുങ്ങിയിട്ടുണ്ട് ഗൈസ്. പിടുത്തം കണ്ടിട്ട് ചെമ്പല്ലിയാണെന്ന് തോന്നുന്നു. ചെമ്പല്ലി നമ്മൾ വെയിറ്റ് ആയിട്ടിട്ട ചെമ്മീൻ മുഴുവനായിട്ട് കഴിക്കാനുള്ള സമയം പോലും കൊടുക്കാൻ ഞാൻ ആശാനെ ഇങ്ങനെ കരയിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഈവൻ എന്നെ പ്രാകത്തെ ഉള്ളൂ. നമുക്ക് ഈ ചെമ്മീൻ വേണമെങ്കിൽ ഒന്നുകൂടെ കോർത്ത് ബൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് ചെയ്തേക്കുന്നത് ചെമ്മീൻ്റെ വാലിലാണ്. ഇപ്പോഴും ചെമ്മീന് ജീവനുണ്ട്. നല്ല ഊക്കപ്പാണ്. ഇളക്കിയെടുക്കാൻ ഇച്ചിരി പാടാണ്. നമ്മൾ ഹാഷിമിന്റെ സമയമാണ്. ഹാഷിം നിർത്തം കൂടെ അടിച്ചിട്ടുണ്ട്. സൂപ്പർ ഒരു ചെമ്പല്ലി അടിച്ചിട്ടുണ്ട് വീണ്ടും. ഹാഷിം കട്ട ഹാപ്പി, ഡബിൾ ഹാപ്പിയാണ്. ഹാഷിം 2-1 എന്നുള്ള നിലയ്ക്ക് നിൽക്കുകയാണ് ഇപ്പോൾ. ഹാഷിമാണ് സ്കോർ ചെയ്ത് നിൽക്കുന്നത്. ഹാഷിമിന്റെ രണ്ടാമത്തെ ചെമ്പല്ലിയാണ്.
അത്യാവശ്യം നല്ല സൈസുള്ള ചെമ്പല്ലിയാണ് ആശിക്ക് തൂക്കിയിരിക്കുന്നത്. 1 കിലോ അടുപ്പിച്ച് ഏകദേശം വെയിറ്റ് വരും ഇതിന്. അങ്ങനെ അവസാനത്തെ ചെമ്മീനിൽ എനിക്ക് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. പോവാൻ പ്ലാനിട്ട് നിൽക്കുകയായിരുന്നു, അപ്പോൾ വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അവസാനത്തെ ചെമ്മീനാണ്. ഓ, ചെമ്പല്ലി ചെമ്പല്ലി തന്നെയാണ്. വീണ്ടും നമുക്ക് ചെമ്പല്ലി അടിച്ചിട്ടുണ്ട് ഗൈസ്. മുന്നേ കയറിയ ചെമ്പല്ലിയുടെ അത്ര സൈസൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ഹുക്കപ്പാണ് കേട്ടോ. ഹുക്ക് നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഇത് ഒരു കാരണവശാലും മിസ്സാവത്തില്ല, പൊട്ടിപ്പോയാൽ മാത്രമേ മിസ്സാവത്തുള്ളൂ. നല്ല ഹുക്കാണ് കേട്ടോ, ഇളക്കിയെടുക്കാൻ ഇച്ചിരി പാടുണ്ട്. ഒരു പ്ലെയർ കയ്യിൽ കരുതുന്നത് നല്ലതായിരുന്നു, പക്ഷെ പ്ലെയർ ബാഗിനകത്ത് എവിടെയുണ്ട്, എടുക്കാൻ വിട്ടുപോയതാ. അങ്ങനെ നമ്മൾ അവസാനത്തെ ചെമ്പല്ലിയും പിടിച്ച് കയറ്റിയിട്ടുണ്ട്. നേരെ സന്ധ്യ ആയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതല്ല, നമ്മുടെ കൊഞ്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.